അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കാര്യത്തിന് വിശദീകരണവുമായി വന്നിരിക്കുകയാണ് പ്രവീണും മൃദുലയും. ഒരുപാട് സങ്കടത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർ എന്താണോ വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. എന്നാൽ അവർ പറയുമ്പോൾ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവർ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത് എന്നതിനാണ്. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതുമല്ല, മൃദുലയുടെ ചേച്ചിയുടെ 3 ഡെലിവറിയും കഴിഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ്. ഡോക്ടേഴ്സുമായിട്ട് അത്രയും പരിചയമുണ്ട്, അവർ അത്രയും ഫ്രണ്ട്ലി ആയ ഡോക്ടേഴ്സാണ്. പിന്നെ അതുമല്ല, എന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത്? ഹോസ്പിറ്റലിനെയും കാട്ടി എത്രയോ നല്ല ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അധികം സിസേറിയൻസ് ഒന്നും ഉണ്ടാവാതെ മാക്സിമം നോർമൽ ഡെലിവറി നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത് എന്നാണ് പ്രവീണും മൃദുലയും ചോദിക്കുന്നത്. അതെ, അതിന് പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിന് തർക്കമൊന്നുമില്ല. പ്രശ്നം വന്നത് എന്തെന്ന് വെച്ചാൽ പിന്നീടുള്ള വ്ളോഗ്സിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വൃത്തിയില്ലായ്മയും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സിന് റൂമില്ലാത്ത കേസും ഒക്കെ പ്രവീൺ തന്നെയാണ് പ്രവീണിന്റെ വീഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെയാണ് പ്രവീണിന്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൂടി? ഗോവയിലേക്കും അവിടേക്കൊക്കെ ട്രിപ്പ് പോകാൻ പൈസയുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ സെലക്ട് ചെയ്തത് എന്നൊക്കെയായിരുന്നു കൺസേൺ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രവീണിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ചോദിച്ചു. എന്നാൽ അതിന് പ്രവീൺ ഉത്തരം നൽകി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ചത് തന്നെ, പ്രണവ്, അമ്മ, അച്ഛൻ ഒക്കെ എവിടെയെന്ന്. സത്യം പറഞ്ഞാൽ ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ്. എല്ലാ വീഡിയോസും ഇല്ലെങ്കിലും ചില അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ അവരുടെ കാണാറുണ്ടായിരുന്നു. ചാലഞ്ചസ് ഒക്കെ നല്ല രസമാണ്. എന്ത് ലവ്ലി ഫാമിലിയാണല്ലേ അവരുടെ. അവർ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിപ്പോയി. എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെയാണ് അവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഡൗൺ സൈഡ് ഒന്നും അവർ ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. അത് കാണിക്കാൻ അവർക്ക് ഇഷ്ടവുമില്ല എന്ന്. ഇതൊക്കെ പറയുമ്പോൾ പ്രവീണും മൃദുലയും വിതുമ്പുന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോൾ നടന്നത്, അതായത് ഒരു കുഞ്ഞുണ്ടാകുന്നു. അവരുടെ വീഡിയോസിൽ നിന്ന് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം, അച്ഛനും അമ്മയും കൊച്ചും ഒക്കെ എത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്. എന്നിട്ട് ഈ അവസാനം നിമിഷം അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ സങ്കടം തോന്നുന്നു. ഈ ഒരു നിമിഷം അവർക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ആകെ സങ്കടത്തിലാണ്. പോരാത്തതിന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കമൻസ് കാരണം ഫോൺ പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം മൃദുല ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയി. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കമൻസും കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ ഡിപ്രഷനിലേക്ക് പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുമല്ല, ചിലവർ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്, ഇവർ ഇത്രയും കാലം നല്ല ഹാപ്പിയും സന്തോഷവും നല്ല ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അതിനിടയിൽ മൃദുല കയറി വന്നിട്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്നൊക്കെ. അതിനും അവർ വിശദീകരണം നൽകുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത്, മൃദുല കാരണമല്ല ഒരു പ്രശ്നം. അതെ, അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അച്ഛനും അമ്മയും പ്രണവും ഒക്കെ ഇവരുടെ കുട്ടിയെ എടുത്തു നിൽക്കുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് അവർക്ക് മൃദുലയുമായിട്ടല്ല പ്രോബ്ലം, ഇവർ പ്രവീണുമായിട്ടാണ്. എന്നാൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്തായാലും പുറത്ത് അവർ പറയാൻ പോകുന്ന റീസൺ ഇതായിരിക്കില്ലേ എന്ന്, ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതേ എന്ന്. അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രവീണിന് പറയാനുണ്ടായത് ഈ കാരണം തന്നെയാണ്. ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അവരുടെ കുഞ്ഞിന് അഡ്രസ്സ് കൊടുക്കണമായിരുന്നു. ആ അഡ്രസ്സ് എന്ത് എഴുതണമെന്നുള്ള അത് അറിയാതെ അവർ ആകെ സങ്കടപ്പെട്ടു എന്നല്ലാതെ വിഷമം തോന്നുന്നു. എന്ത് തന്നെ ആയാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് അതുപോലെ തന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഒരിക്കലും റിയൽ ലൈഫ് കണ്ട് റിയൽ ലൈഫ് അതുപോലെ വേണമെന്ന് ആരും ആഗ്രഹിക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.